നമസ്കാരം. പത്തനംതിട്ടയുടെ എം പി ശ്രീ ആന്റോ ആന്റണിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ നല്ല വാശിയേറിയ മത്സരം നടന്നൊരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട. വീണ ജോർജുമായിട്ടുള്ള മത്സരത്തിൽ ജയിച്ച് കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡിൽ ശ്രീ ആന്റോ ആന്റണി എം പി ആയി. ഇത്തവണയും വളരെ ശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇത്തവണയും മത്സരിക്കുകയാണെന്ന് ഉറപ്പിച്ചോ? ഇല്ല, എല്ലാ എം പിമാരോട് അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. പാർട്ടി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ എം പിമാരോടും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ, സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുകയാണ് എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇതിനോടൊക്കെ നൽകിയതാണ്. ജനറൽ എല്ലാവരും അവരവരുടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിനർത്ഥം അടുത്ത ഇന്നിങ്സിലേക്ക് കടക്കുകയാണെന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ മത്സരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 1 ശബരിമല, 2 രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത്, 3 ഒരു UPA സർക്കാർ ഒരുപക്ഷെ വന്നേക്കാം എന്ന തോന്നൽ, ഇതൊക്കെ UDFനെ കാര്യമായി സഹായിച്ചു. പക്ഷേ ഈ തവണ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടോ? നിശ്ചയമായിട്ടും കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോസിറ്റീവായ അന്തരീക്ഷത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇത്തവണ 20 സീറ്റും UDF നേടുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇത്തവണ കേരളത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പത്തനംതിട്ട എടുത്താൽ, പത്തനംതിട്ട രൂപീകരണത്തിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ UDFന് എപ്പോഴും അപ്പർ ഹാൻഡുള്ള ഒരു ജില്ല എന്ന ഒരു, ഞാൻ മണ്ഡലത്തെക്കുറിച്ചല്ല പറയുന്നത്, ജില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കൂ, എല്ലാ സീറ്റും LDFനാണ്. അപ്പോൾ UDFൻ്റെ കോട്ടകൊത്തളങ്ങളായ, മുൻപ് LDFന് പ്രവേശനമില്ലാതിരുന്ന സ്ഥലങ്ങൾ പോലും ഈസി ആയിട്ട് LDF ജയിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ? അല്ല, കഴിഞ്ഞ തവണത്തെ പരാജയം അതിൻ്റെ ഉത്തരവാദിത്വം UDFന് കൂടിയുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകളാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം തരത്തിലുള്ള പിൻവാതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നടന്നതെന്നുള്ള അറിയാമല്ലോ. കഴിഞ്ഞ തവണ BJPയുടെ വോട്ട് അവിടെ പോയി. അവിടെ BJP അവർക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് കൊടുത്തു. ഇപ്പോൾ ഉദാഹരണം റാന്നി പാർലമെൻ്റ് ഇലക്ഷനിൽ ഞാൻ ഒന്നാമത്, 9,000 വോട്ടിന് ഞാൻ ഒന്നാമത്, BJP രണ്ടാമത്, CPM ഇടതുമുന്നണി മൂന്നാമതായിരുന്നു. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പം BJPയുടെ 15,000 വോട്ട് കാണാനില്ല. ഇടതുമുന്നണി ജയിക്കുന്നു. അത് ചിലപ്പോൾ UDFന് കിട്ടിയതും ആവാലോ. UDFൻ്റെ വോട്ട് കുറയുമല്ലേ ചെയ്തത്. BJP ഒരു ത്രട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പത്തനംതിട്ടയുടെ ഒരു മതേതര മനസ്സാണ്. എല്ലാ കമ്മ്യൂണിറ്റികളും തമ്മിലുള്ള വലിയ സൗഹാർദ്ദം, അത് മതപരമായ ചടങ്ങുകളാണെങ്കിലും ഓരോ കമ്മ്യൂണിറ്റിയും മറ്റെല്ലാം കമ്മ്യൂണിറ്റിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്ന അത്രയും വലിയ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയായ പത്തനംതിട്ട ഒരിക്കലും വർഗീയ ഫാസിസത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. ഇടയ്ക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സംസാരം കേട്ടത് അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുമെന്നൊക്കെയാണ്. അങ്ങനെയുണ്ടോ? അല്ല, പാർട്ടി ആര് തീരുമാനിച്ചാലും വരട്ടെ. അതിനിപ്പോൾ എന്താ? അല്ല, പാർട്ടി ആര് തീരുമാനിച്ചാലും അത് ഹൂവർ ഇറ്റ് ഈസ്, നമ്മളെല്ലാം അതിനെ സ്വാഗതം ചെയ്യും. അല്ല, അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? എനിക്കറിയില്ല. ഇപ്പം കോട്ടയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ജോസഫ് സാർ ചിലപ്പോൾ മത്സരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും പ്രതിനിധി മത്സരിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ അടുത്തുള്ള ഒരു സീറ്റ് എന്നുള്ള നിലയിൽ പത്തനംതിട്ട അങ്ങനെ ഒരു ഓപ്ഷൻ വരാമോ? അതേക്കുറിച്ചൊരു ചർച്ച ഞാൻ കേട്ടില്ല, എനിക്കതേക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി വന്നാൽ മാറാൻ തയ്യാറാണ്. അല്ല, ഏത് സ്ഥാനാർത്ഥി, അത് പാർട്ടിയല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഹൈക്കമാൻഡ് അല്ലേ അതിൻ്റെ അന്തിമ തീരുമാനം. കഴിഞ്ഞ 5 വർഷത്തെ, അതിന് മുമ്പുള്ള കാലമല്ല, കഴിഞ്ഞ 5 വർഷത്തെ പാർലമെൻ്ററി പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തും? കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വികസന രംഗത്താണെങ്കിലും പരമാവധി മണ്ഡലത്തിന് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ജില്ല ഒരു യഥാർത്ഥത്തിൽ ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു ജില്ലയാണ്, ഒരു ഗ്രാമീണ പാർലമെൻറ്റ് മണ്ഡലമാണ്. അവിടെ സാധാരണ നഗരങ്ങളിലാണ് ഒന്നിലധികം കേന്ദ്രീയ വിദ്യാലയമുള്ളത്. 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതിലേക്ക് ഈ 1 മാസം കഴിയുമ്പോൾ കുട്ടികൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം നമുക്കിവിടെ യാഥാർത്ഥ്യമായി. അവിടെ FM സ്റ്റേഷൻ, പത്തനംതിട്ടയ്ക്ക് സ്വന്തമായ ഒരു FM സ്റ്റേഷൻ ഉണ്ടായി. അതുപോലെ സെൻട്രൽ റോഡ് ഫണ്ടിൽ 112 കിലോമീറ്റർ റോഡുകൾ, മനോഹരമായ റോഡുകളുണ്ടായി. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലെ വിഷയങ്ങളാണ്. റബ്ബറാണ് അവിടുത്തെ ഏറ്റവും വലിയ മുഖ്യമായ വിഷയം. റബ്ബറിൻ്റെ വിഷയം പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണ്. അതുപോലെ മലയോര മേഖലയെ സംബന്ധിച്ച് വന്യജീവി ആക്രമണം ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. കാട്ടുപന്നികളെ വെടിവെക്കാമെന്നുള്ള തീരുമാനമൊക്കെ പറയുന്നതല്ലാതെ യഥാർത്ഥത്തിലൊന്നും നടക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പാർലമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്
നമ്പറിൽ ചെറുതാണ്. എഫക്റ്റീവായ പാർലമെൻ്ററി പ്രവർത്തനം നടത്തണം, അതായത് പാർലമെൻറ്റിനകത്ത് നിലവിലുള്ള സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിലൊരു സാമാജികൻ എന്നുള്ള നിലയിൽ താങ്കളുടെ റോളിനെ കുറിച്ച് നിശ്ചയമായും എല്ലാ വിഷയങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ കുറ്റകരമായ അനാസ്ഥയും വീഴ്ചയും ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ രണ്ടാം വട്ടം BJP-യുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കാണുന്ന ഒരു പ്രത്യേകത, ഒരു ചർച്ചയും പാർലമെൻറ്റിൽ അവർ അംഗീകരിക്കുന്നില്ല. എങ്ങനെയും പരമാവധി വേഴ്സായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, അതിനിടയിൽ മുഴുവൻ ബില്ലുകളും ചർച്ചയില്ലാതെ പാസ്സായിക്കൊണ്ട് പോവുക. പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരുന്നത് തന്നെ വളരെ അസഹിഷ്ണുതയോടെയാണ്. കാരണം പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ അദ്ദേഹമുണ്ട്. പാർലമെൻറ്റ് അകത്തേക്ക് വരില്ല. തുടങ്ങുന്ന ദിവസം വരും, അവസാനിക്കുന്ന ദിവസം വരും. പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കിയാണ്, ഒരു ഗൗരവം കൊടുക്കുന്നില്ല. പ്രധാനമന്ത്രി സഭയിൽ വരുന്നില്ല എന്ന വിമർശനം പറയുമ്പോൾ പ്രതിപക്ഷത്തെ നയിക്കാൻ ഇപ്പോഴും വൈമുഖ്യം രാഹുൽ ഗാന്ധി കാണിക്കുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. 100% തെറ്റാ. രാഹുൽ ഗാന്ധിയെ പോലെ ആരാണ് ഒരാൾ ഇതുപോലെ ത്യാഗം സഹിച്ച്? കാരണം ഈ ഗവൺമെൻറ്റിനെതിരെ നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഒറ്റയാൾ പോരാട്ടമല്ലേ? അവർ ജീവൻ പണയപ്പെടുത്തിയല്ലേ അവർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഇപ്പം കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഇത്തവണത്തെ ഒരു വ്യത്യാസം, കേരള കോൺഗ്രസിൻ്റെ മുഖ്യ വിഭാഗം ഇപ്പോൾ മുന്നണിയിലില്ല. കേരള കോൺഗ്രസ് LDF-ലേക്ക് പോയത് UDF-ന് തിരിച്ചടിയാകുമെന്ന് വിചാരിക്കുന്നുണ്ട്? ഒന്നുമില്ല. കാരണം തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചാണല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. 25,000 വോട്ടിന് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിച്ചിരുന്ന അകലക്കുന്നം പഞ്ചായത്ത്, അകലക്കുന്നം നിയമമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷങ്ങൾ പുതുപ്പള്ളിയിലാണ്. അപ്പം കേരള കോൺഗ്രസിനെ പ്രതീക്ഷിച്ചാണല്ലോ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിച്ചത്. അവർക്ക് ഒരു ജനവിഭാഗവും കേരള കോൺഗ്രസിനെ കാലാകാലങ്ങളിൽ പിന്തുണച്ച ജനവിഭാഗം പൂർണ്ണമായി അവരെ കൈയൊഴിഞ്ഞതല്ലേ നമ്മൾ കണ്ടത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ടെസ്റ്റ് ആയിരുന്നു. അവർക്ക് അതിനകത്ത് പാസ്സാകാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് വൈകാരിക അന്തരീക്ഷത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രം വെച്ചിട്ട് അവരെ നമുക്ക് അങ്ങനെ റദ്ദാക്കി കളയാൻ പറ്റുമോ? ഇല്ലില്ല, അതിൽ വലിയ അടിത്തറയില്ല. കാരണം കേരള കോൺഗ്രസിനെ പ്രതിദാനം ചെയ്യുന്ന ജനസമൂഹം ഒരിക്കലും ഈ ഇടതുമുന്നണിയുടെ ഈ കമ്മ്യൂണിസ്റ്റ് കൊള്ളരുതായ്മകളെ അംഗീകരിക്കുന്ന ജനസമൂഹമല്ല. അവർ മിഡിൽ ക്ലാസ്സാണ്, സാധാരണക്കാരാണ്. അവരെ എപ്പോഴും ദ്രോഹിക്കുകയും അവരുടെ ജീവിതത്തിന് വഴിമുടക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തെയോ ഗവൺമെൻറ്റിനെയോ ഒരിക്കലും അവർ അംഗീകരിക്കില്ല. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് ശരിക്കും UDF-നെ സംബന്ധിച്ചൊരു സ്വാഭാവിക സഖ്യകക്ഷിയാണ്. ആ കേരള കോൺഗ്രസിനെ പിണക്കി അയക്കരുതായിരുന്നു എന്ന തോട്ട് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അല്ല, കേരള കോൺഗ്രസ് അത് പിണറായി വിജയൻ്റെ CPM-ന്റെ പ്രലോഭനത്തിൽ വീണു പോയതാണ്. അല്ലാതെ അവർ പോകുന്നതിന് മുമ്പ് പുറത്താക്കി അല്ല. അത് ഒരു മുന്നണിയിലെ ചർച്ചകളുണ്ട്, മുന്നണിയിൽ എടുത്തിരിക്കുന്ന എഗ്രിമെൻറ്റുകളുണ്ട്. അത് പാലിക്കുക എന്നുള്ള മുന്നണി മര്യാദകളിൽ പെടുന്ന കാര്യങ്ങൾ. ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയ സാഹചര്യം കൂടി നമുക്ക് അത് തുടർഭരണം കിട്ടിയത് ഈ കേരള കോൺഗ്രസിന് ചെറിയ ശതമാനം വോട്ടുള്ള പ്രദേശത്തെ സീറ്റുകൾ കൊണ്ടല്ലല്ലോ. അല്ല. അപ്പോൾ അതൊരു ഘടകമേ അല്ല. ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയത് BJP അവരുടെ വോട്ടുകൾ 70 സീറ്റുകളിൽ CPM-ന് മറിച്ചു കൊടുത്തുകൊണ്ട് മാത്രം കിട്ടിയ തുടർഭരണമാണ്. ജനങ്ങൾ കൊടുത്തൊരു അംഗീകാരമല്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ കൂടുതലായി BJP-യിലേക്ക് അടുക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഈ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന അക്രമങ്ങൾ എന്താണ്? പിതാക്കന്മാരൊക്കെ വളരെ സോഫ്റ്റാണ് ഇക്കാര്യത്തിൽ. അവർ പിതാക്കന്മാരുടെ അടുത്ത് ആര് ചെന്നാലും ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം പിതാക്കന്മാരുടെ അടുത്തോ ക്രൈസ്തവ പുരോഹിതന്മാരുടെ അടുത്തോ ആര് ചെന്നാലും ഏറ്റവും സ്നേഹത്തോടെ പെരുമാറും. അടുപ്പമുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം അടുപ്പമില്ലാത്തവരോട് കാണിക്കും. അതാണ് ക്രൈസ്തവ ഒരു മൂല്യത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അല്ല, അത് രാഷ്ട്രീയമായി BJP-ക്ക് ഒരു ഗുണം ചെയ്തില്ല. ഓരോ വോട്ട് അവർക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന നറേറ്റീവിന് അനുകൂലമായി പല ചർച്ചകളും ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെയുള്ള കാസ പോലെയുള്ള സംഘടനകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ആത്യന്തികമായി ഒരു പോയിന്റിൽ അത് BJP-ക്ക് വോട്ടായി ഗുണം ചെയ്തുകൂടെ? ഇതെല്ലാം ഇങ്ങനെ പേരുള്ള ഒരു സംഘടനയ്ക്ക് ഓരോ വോട്ട് സാധിക്കാൻ കഴിയില്ല. ഈ പറയുന്നയാൾ പോലും വോട്ട് ചെയ്യണമെന്നില്ല. അതാണല്ലോ പിന്നെ കാസ പിന്തുണച്ച തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ചരിത്രത്തിൽ ഇതുപോലൊരു ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ? അത് ചിലപ്പോൾ മറിച്ചാവാനാണ് സാധ്യത. അല്ല, അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലൊരു വിന്നിംഗ് പൊസിഷനിൽ തന്നെയാണോ, അതോ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടോ? ഒരു സംഘടനാപരമായ പ്രശ്നങ്ങളുമില്ല. കോൺഗ്രസ് വിന്നിംഗ് പൊസിഷനിലാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം വളരെ ഫലപ്രദമായി. അത് പാർട്ടി തലത്തിലാണെങ്കിലും നമ്മുടെ പിന്നെ അസംബ്ലിയിലെ പ്രതിപക്ഷത്തിൻ്റെ കോർഡിനേഷനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണെങ്കിലും എല്ലാം ഏറ്റവും മികച്ച പ്രവർത്തനം. ഓരോ ദിവസവും അസംബ്ലി കൂടുമ്പോഴും ഗവൺമെൻറ് അപമാനിതമാകും, തങ്ങളുടെ പൊള്ളത്തരങ്ങൾ വെളിയിൽ വരുമെന്ന് കണ്ടുകൊണ്ട്
ഭയപ്പെട്ട് അസംബ്ലിയിൽ ഇരിക്കുന്ന ഇത്രയും ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റും മന്ത്രിമാരും ഇരിക്കുന്നത് ഭയപ്പെട്ടാണ് എന്നുള്ളത് ആ ദൃശ്യം കാണുന്ന ആർക്കും അറിയാൻ കഴിയില്ല. എ ഗ്രൂപ്പിൻ്റെ കോൺഗ്രസിലുള്ള പിടി വല്ലാതെ അയഞ്ഞ ഒരു സാഹചര്യമാണോ? ഇപ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പൊന്നുമില്ല. ഈ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ഒരനാവശ്യവും ഇപ്പോൾ ഈ പാർട്ടി നടക്കില്ല. ഇപ്പം ഞങ്ങൾ ഹൈക്കമാൻഡിനോടൊപ്പമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ ആയിരുന്നു. ഒരു ഗ്രൂപ്പും ഇല്ല. അവിടെ കൊള്ളാവുന്ന ആളുകൾ വോട്ട് പിടിച്ചു, കൊള്ളാവുന്ന ആളുകൾ ജയിച്ചു വന്ന ആളുകൾ വളരെ സമർത്ഥരാണ്, അവരാണ് ആകാൻ യോഗ്യർ. അല്ല, ഇപ്പം ഹൈക്കമാൻഡാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പം ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് എന്നാണ് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പും തൻ്റെ പേരിൽ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഒരു നടപടി എടുത്താൽ അപ്പം പാർട്ടിയിൽ നിന്ന് തന്നെ നടപടി എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് കെ സി വേണുഗോപാൽ. ഒരു ഗ്രൂപ്പും ഇക്കാര്യത്തിൽ നടക്കില്ല. കഴിവുള്ള ആളുകൾ ഉയർന്നു വരട്ടെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് വേർതിരിവും ഇല്ലാതെ ആയിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നാണോ? 100%. ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഉണ്ടാവില്ല. ഇത്തവണ ചരിത്ര വിജയം കേരളത്തിൽ നേടും. ചരിത്ര വിജയം നേടുമെന്നുള്ളതാണ് ആത്മവിശ്വാസം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.